നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെയൊക്കെ വീട്ടിൽ കാറുകൾ ഉണ്ടായിരിക്കുമല്ലോ. കാറില്ലാത്ത വീട് ഇന്ന് വളരെ ചുരുക്കമാണ്. അറ്റ്ലീസ്റ്റ് ഒരു കാറെങ്കിലും ഇല്ലാത്ത വീട് ഇന്ന് വളരെ ചുരുക്കമാണ്. കാരണം കേരളത്തിൽ ഒരു 90% വീട്ടിലും ഇപ്പോൾ കാറുണ്ട്. സെക്കൻഡ് ഹാൻഡ് കാറായിരിക്കാം, കാശുള്ളവർ പുതിയ കാർ എടുക്കും. പക്ഷേ ഈ കാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പെട്ടിക്കകത്ത് കയറി യാത്ര ചെയ്യുന്നതല്ലാതെ ഇതിനെപ്പറ്റി ഇതിൻ്റെ വർക്കിങ്ങോ ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ ഇതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നു, വരുന്നു, ഇടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അപ്പം തന്നെ വർക്ക്ഷോപ്പിൽ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കോ, വിളിച്ച് മേശിരെ വിളിക്കുക, അല്ലെങ്കിൽ ഷോറൂമിൽ നാൾ വരും, പൊക്കിക്കൊണ്ട് പോകും, നല്ലൊരു ചാർജ് അവർ ഈടാക്കും. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കുറേയൊക്കെ നമ്മുടെ പൈസ ലാഭിക്കാം. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റൊക്കെ വണ്ടിക്ക് വരാൻ സാധ്യതയുള്ളത് നമുക്ക് മുൻകൂട്ടി അത് വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇത് പല ആൾക്കാർക്കും ബോണറ്റ് പോലും തുറക്കാൻ അറിയത്തില്ല. അപ്പോൾ ബോണറ്റ് തുറക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വണ്ടിയുടെ ആക്സിലേറ്ററിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു സ്വിഫ്റ്റ് കാറാണിത്. ഈ സ്വിഫ്റ്റ് പെട്രോൾ കാറാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഒരു ഹാൻഡിൽ കാണും. അതിനകത്ത് പിടിച്ച് ചെറുതായിട്ട് വലിക്കണം. അതെ, വലിച്ചു കഴിയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ഫ്രണ്ടിൽ. നമ്മൾ ഈ ബോണറ്റയിൽ പിടിച്ച് ഇങ്ങനെ പൊക്കാനൊക്കെ നോക്കും. പല ആൾക്കാർക്കും ഇത് എങ്ങനെയാണ് ഇത് പൊക്കി വെക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ നമ്മളിതിനകത്ത് വിരലിങ്ങനെ ചെറുതായിട്ട് ഓടിക്കാമെങ്കിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് അകത്ത് കിട്ടും. അപ്പോൾ ആ ക്ലിപ്പിനെ നമ്മൾ പതുക്കെ വണ്ടിയുടെ റൈറ്റ് സൈഡ്, അതായത് അകത്തേക്ക് വലിച്ച് റൈറ്റ് സൈഡിൽ നിന്ന്, അതായത് ഇത് ഈ ക്ലിപ്പാണ്, ഇത് ഇവിടെ ലോക്കാവും. ഇതിനകത്ത് ഇതിങ്ങനെ ഫ്രീയിലായിട്ട് ലോക്കായിട്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്ന നമ്മളിപ്പോൾ പൊക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിനകത്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചു വെച്ചുകൊണ്ട് വേണം ഇത് പൊക്കാൻ. ഇത് പൊക്കി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇതിന് അല്ലെങ്കിൽ ചിലപ്പോൾ ആ സൈഡിലായിരിക്കും, ചില വണ്ടികൾക്ക് ഈ സൈഡിലാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഇവിടെയും വരും, ചില വണ്ടികൾക്കൊക്കെ ഇവിടെ വരും, അതെടുത്ത് നൂത്ത് വെക്കും. അപ്പോൾ ഇതിന് ഇവിടെ ഒരു ക്ലിപ്പ്, ഒരു പ്ലാസ്റ്റിക് ക്ലിപ്പിനകത്തൊരു റോഡ് കൊടുത്തേക്കും. ആ റോഡിന് നമ്മൾ ഇവിടെ ഈ ബോണറ്റിന് ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പേസ് കാണാം. ചിലപ്പോൾ ഈ സൈഡിലായിരിക്കും, പക്ഷേ ഇത് വേറെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇതിനകത്തായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കയറ്റിയിട്ടേക്കുക. ഇനി കൈയെടുക്കുക. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വണ്ടിയുടെ ഓയിൽ ഒഴിച്ചാൽ നല്ല ഈ എൻജിൻ വർക്ക് ചെയ്യുന്ന ഓയിലിനകത്ത്. ഈ സൈസ് ഒരു പെട്രോൾ വണ്ടിക്ക് 4 ലിറ്റർ ഓയിൽ വേണം. 4 ലിറ്റർ ഓയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് ഓടും. 3 ലിറ്റർ ആണെങ്കിലും അത് ഓടും. പക്ഷേ അങ്ങനെ കുറവ് വന്ന് 3-2 ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻജിന് കംപ്ലൈൻറ്റ് വന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറി എൻജിൻ പണിയായിട്ട് കുറേ കാശ് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഓയിൽ എന്ന് പറയുന്ന സാധനം ചൂടാകുമ്പം കുറച്ച് വേപ്പറായി ആവിയായി പോയിക്കൊണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ ആ ഓയിലിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, നമ്മൾ ഒരുപാട് സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടിയാണെങ്കിൽ അപ്പോൾ ആ ഓയിൽ ചൂടായി ബാഷ്പീകരിച്ച് വറ്റിപ്പോകും. അപ്പോൾ അങ്ങനെ വറ്റിപ്പോകും. ചിലപ്പോൾ എൻജിന് പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ അതിന് അടിയിൽ എന്തെങ്കിലും ലീക്കോ ഒക്കെ വന്നിട്ട് അങ്ങനെയും ഇത് കുറയും. അപ്പോൾ അങ്ങനെ കുറവ് വരുമ്പോൾ സമയത്താണ് നമുക്ക് ഒരുപാട് ഓവറായിട്ട് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എൻജിൻ പണി തരും നമുക്ക്. അപ്പോൾ അങ്ങനെ പണി മേടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഓയിൽ സ്റ്റിക്ക് കൊടുത്തേക്കുണ്ട്. ചില വണ്ടിക്ക് ഫ്രണ്ടിലായിരിക്കും, ചിലതിന് ആ സൈഡിലായിരിക്കും, ചിലതിന് ഈ സൈഡിലായിരിക്കും. അപ്പോൾ ഇത് സ്വിഫ്റ്റ് കാർ പെട്രോൾ ഇതിനുള്ളിലാണ് ടോപ്പിൽ തന്നെ കൊടുത്തേക്കുണ്ട്. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിറച്ച് ഓയിലായിരിക്കും, കറുത്ത നിറത്തിൽ. സാധാരണ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഇത് നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുക. നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുക. ഒരു തുള്ളി ഓയിൽ പോലും ഇല്ലാതെ ഇതിനെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. ആദ്യം ചെയ്യണം. അതായത് വണ്ടി ഓടിയിട്ട് വന്ന് നിൽക്കുമ്പോഴോ വണ്ടി ഓടി ഒരു 2 മണിക്കൂറെങ്കിലും കഴിയാതെയോ, ഏറ്റവും ബെറ്റർ വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് അതിരാവിലെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവൽ അറിയാൻ പറ്റും. ഓയിൽ അവിടെ ഇവിടെയൊന്നും പറ്റാതെ മൊത്തം ഓയിൽ ചേമ്പറിൽ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ വൃത്തിയാക്കി കഴിയുമ്പോൾ ഇതിൽ 2 മാർക്കിങ് കാണാം. ഇതിൽ 2 ഹോളുണ്ട് ഈ സ്റ്റിക്കിൽ. ഇതാണ് ബോട്ടം. അപ്പോൾ ഈ ടോപ്പിലുള്ള ഇത് മാക്സിമം ലെവലും ഇത് മിനിമം ലെവലുമാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണല്ലോ ഇടുന്നത്. അപ്പോൾ ഇതിന് 2-ന് ഇടയിൽ വരണം ഓയിൽ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഫുള്ള് അമർത്തി താക്കണം. താത്തിട്ട് നമ്മൾ തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ തന്നെ പിടിക്കണം. തിരിച്ച് പിടിക്കരുത്. തിരിച്ച് പിടിച്ചാൽ ഓയിൽ മേളോട്ട് ഒഴുകി കയറും. അപ്പോൾ ഇതിൽ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കാൻ കാണാം,
ആ ടോപ്പ് ലെവലിന് തൊട്ട് താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് മിനിമത്തിൽ എത്തിയിട്ടില്ല, മിനിമത്തിന് ഒരുപാട് മുകളിലാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിലുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. നമ്മളെന്നും വണ്ടി എടുക്കുമ്പോൾ ഓയിൽ ചെക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് നല്ല റോഡാണല്ലോ, നമ്മുടെ കേരളത്തിലെ ഹൈവേ അല്ല, മറ്റു റോഡുകളൊക്കെ പല റോഡുകളും നല്ല റോഡ് തന്നെ. കാരണം വണ്ടി വെള്ളത്തിൽ കൂടെയും കുഴി കൂടെയൊക്കെ പോകുമ്പോൾ അടിയിലൊക്കെ തട്ടാറുണ്ട്. ചില ഹമ്പ്, ബമ്പ്, ഡിപ്പ് ഇതൊക്കെ കയറി ഇറങ്ങി പോകുമ്പോൾ അടിയിൽ തട്ടാറുണ്ട്. ഇതിൻ്റെ ഓയിൽ ചേമ്പറിൻ്റെ അടിയിലെ നട്ട് താഴോട്ടാണ്, ഇതിൻ്റെ ആ പ്രൊജക്റ്റ് ചെയ്താണ് ഇരിക്കുന്നത് താഴോട്ട്. അപ്പോൾ ഇത് തട്ടിക്കഴിഞ്ഞ് ആ നട്ടിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് കംപ്ലൈൻ്റ് ആയിട്ട് ആ നട്ട് അവിടെ നിന്ന് പറഞ്ഞു പോവാം. ചിലപ്പോൾ ചേമ്പറിൻ്റെ സൈഡിലെ ഗ്യാസ്കറ്റിന് ഗ്യാപ്പ് വരാം. ആ സൈഡിലുള്ള ബോൾട്ടുകൾക്കും ഒരു ഷേക്ക് സംഭവിക്കും, ഒരു കുലുക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലേക്കൂടെ ഓയിൽ പോകാം. അപ്പോൾ അങ്ങനെ തട്ടലും മുട്ടലൊക്കെ വരുമ്പോൾ അടിഭാഗം തട്ടുമ്പോൾ ഓയിൽ ലീക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പരമാവധി അടിഭാഗം തട്ടി വലിയ തട്ടൽ തട്ടുമ്പോൾ നമുക്ക് നല്ല ശബ്ദം കേൾക്കും. അപ്പോൾ അങ്ങനെയുള്ള തട്ടലൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി മാറ്റി നിർത്തി ഓയിലൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അടിയിൽ കൂടെ ഓയിൽ ലീക്കുണ്ടോ ഇതൊക്കെ നോക്കാം. ശബ്ദം കേട്ടിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഭാഗ്യമുണ്ട്, രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയിൽ വെച്ച് ഈ മൊത്തം ഓയിലിൻ്റെ ലൂബ്രിക്കേഷനില്ല ഈ എൻജിൻ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മെക്കാനിക്കൽ പാർട്സ് എല്ലാം അരഞ്ഞു പോകും. അരഞ്ഞ് നാശമായി നിങ്ങൾക്ക് എങ്ങനെയൊക്കെയായാലും 1,00,000 രൂപയുടെ ഒരു പണി എൻജിൻ്റെ പുറത്ത് സംഭവിക്കും, ഈ സൈസ് ഒരു വണ്ടിയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുന്നത് അവിടെ. പിന്നെ രണ്ടാമത്തെ ഒന്ന് വെള്ളം ചെക്ക് ചെയ്യണം. കാരണം ഈ എൻജിൻ വർക്ക് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ് ഡീസൽ പെട്രോളും കത്തുന്നത്. അപ്പോൾ ഈ എൻജിൻ ഇങ്ങനെ ഓവർ ടെമ്പറേച്ചറിൽ ഇങ്ങനെ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മെറ്റാലിക് ആയിട്ട് മെറ്റൽ പാർട്ട് ആയതുകൊണ്ട് ഇത് ഭയങ്കരമായി വികസിച്ച് സീസായി പിസ്റ്റൺ സിലിണ്ടറിനകത്ത് പിടിച്ച് ബോറെല്ലാം കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിങ്ങൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എൻജിൻ പണി വരും. അപ്പോൾ രണ്ടാമത് നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ടത് വെള്ളവും ഓയിലും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു വണ്ടിക്ക് എൻജിൻ പണി വരാതെ കുറേ കാലം ഓടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെത് ഇത് ഇവിടെ എഴുതിയപ്പോണ്ട് നെവർ ഓപ്പൺ വെൻ ഹോട്ട്. അപ്പോൾ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിത് തുറക്കാൻ പാടില്ല. പക്ഷേ ഇതിപ്പോൾ തണുത്തിരിക്കുകയാണ്, നമുക്ക് തുറക്കാം. അപ്പോൾ ഇതിൽ പച്ച നിറത്തിൽ കൂളൻ്റ് കാണാം. ഇത് കമ്പനി കൂളൻ്റ്. ഈ കൂളൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്